അദ്ദേഹമായിട്ട് ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്. അദ്ദേഹത്തിലേക്ക് വരാം. ശ്രീ മോൻ വർഗീസ്, അദ്ദേഹം ചില കാര്യങ്ങൾ അങ്ങയുടെ മറ്റൊരു ചാനലിലെ ചർച്ചയുമായി മുൻനിർത്തി പറഞ്ഞു, അങ്ങ് മറുപടിയും പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ അങ്ങയോട് ചോദിക്കാനുള്ളത്, ഈ അഴിമതിക്കെതിരെ രൂപവൽക്കരിച്ച മുന്നേറ്റം എന്ന ഒരു പ്രചരണവുമായാണ് ആം ആദ്മി രംഗത്ത് വന്നത്. സ്വാഭാവികമായിട്ടും അങ്ങനെ അഴിമതിക്കെതിരെ രൂപവൽക്കരിച്ച ഒരു പാർട്ടി അഴിമതിയിൽ മുങ്ങി എന്ന BJPയുടെ പ്രചരണം, ആ ഒരു ക്യാമ്പയിൻ കൃത്യമായി കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. അത് ആം ആദ്മി പാർട്ടിക്ക് വളരെയധികം ദോഷം ചെയ്തു എന്നാണ് നമ്മൾ സ്വാഭാവികമായിട്ടും അവരുടെ തിരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ഈ ഒരു പ്രചരണം, അതിന്റെ ഒരു ഇന്റൻസിറ്റി എത്രമാത്രമായിരുന്നു? അതുകൊണ്ട് തന്നെ ഇനി ഈ പാർട്ടിയുടെ ഭാവി എങ്ങനെയാകും? തീർച്ചയായും BJP മാത്രമല്ല, കോൺഗ്രസ് പാർട്ടിയാണ് യഥാർത്ഥത്തിൽ ആദ്യം അരവിന്ദ് കെജ്രിവാൾ ഒരു അഴിമതിക്കാരനാണ്, ഡൽഹി മദ്യനയ അഴിമതി അതിന്റെ ചുരുൾ അഴിച്ചുകൊണ്ടുവന്ന ആദ്യ ആൾ എനിക്ക് തോന്നുന്നു അവിടുത്തെ ഡൽഹി സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷനാണ്. അപ്പം അദ്ദേഹമാണ് ആദ്യം ഈ പരാതിയുമായി രംഗത്ത് വരുന്നതും പിന്നീട് BJP അത് ഏറ്റെടുക്കുന്നതും ഇന്ത്യൻ രാഷ്ട്രീയം ആകെ കലങ്ങി മറിഞ്ഞ് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി പിന്നീട് ആം ആദ്മി പാർട്ടി വരികയാണ്. അപ്പോൾ ഒരുപാട് മുൻപ് പറഞ്ഞ പല കാര്യങ്ങളും കോൺഗ്രസിന് വിഴുങ്ങേണ്ടി വന്നു. അതിനുശേഷം ആം ആദ്മി പാർട്ടി ചേർന്നുകൊണ്ട് ഇന്ത്യ മുന്നണി എന്ന രീതിയിൽ BJPയുടെ തേർവാഴ്ചക്കെതിരെ ഒരുപക്ഷെ ഒരു സഖ്യമെന്ന നിലയിൽ വന്നു. അപ്പോൾ അവിടെയെല്ലാം അപ്പോഴും ആം ആദ്മി പാർട്ടി ആരോപണത്തിന്റെ നിഴലിലാണ്. ഞാനത് പറഞ്ഞു വന്നതിന്റെ അതിന്റെ ക്ലാരിഫിക്കേഷനാണ് പറയുന്നത്. ആരോപണത്തിന്റെ നിഴലിൽ നിൽക്കുന്നപ്പോൾ അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു, ഞാൻ മുഖ്യമന്ത്രി പദത്തിൽ നിന്നും രാജിവെക്കുന്നില്ല, പക്ഷെ കസേരയിൽ ഇരിക്കുന്നില്ല, പക്ഷെ ഞാൻ ഒരു രീതിയിലും അഴിമതിക്കാരനല്ല. ജനകീയ കോടതിയിൽ നമുക്ക് കാണാം, ഒന്നല്ല 2 വട്ടം. ഒന്ന് ഡൽഹി തെരഞ്ഞെടുപ്പ്, ഡൽഹിയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് 7 മണ്ഡലങ്ങളിൽ കോൺഗ്രസുമായി സഹകരിച്ചു മത്സരിച്ചു. 4 മണ്ഡലങ്ങളിൽ ആപ്പും 3 മണ്ഡലങ്ങളിൽ കോൺഗ്രസും മത്സരിച്ചു. വളരെ മോശമായ പ്രകടനമാണ് കാഴ്ചവെച്ചത്. BJPക്ക് 54% വോട്ടോടുകൂടി എംഫാറ്റിക്കായ വിജയമായിരുന്നു. അപ്പോഴും ഒരു പക്ഷേ ഫാക്ടർ അവിടെ ഉണ്ട്. എക്കാലത്തും കഴിഞ്ഞ 3 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും BJPക്കായിരുന്നു ഡൽഹിയിൽ നിർണായകമായ മേൽക്കൈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. അതുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പാണ് യഥാർത്ഥ ഉരകല്ല്. അപ്പോൾ വീണ്ടും അരവിന്ദ് കെജ്രിവാൾ പറയുന്നു, ഞാൻ ഒരിക്കൽ കൂടി ജനങ്ങളുടെ അടുത്തേക്ക് പോവുകയാണ്. അപ്പൊ അവിടെ ജനകീയ കോടതിയുടെ വിധി അംഗീകരിക്കുമെന്ന് പറയുമ്പോൾ അവിടെ അരവിന്ദ് കെജ്രിവാളിനെ ഡിഫെൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഡിഫെൻഡ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ ഇനി വോട്ടേഴ്സ് യന്ത്രം അല്ലെങ്കിൽ പോളിംഗ് സംവിധാനത്തെയും ഇലക്ഷൻ കമ്മീഷനെയും ഈ വോട്ട് മെഷീനെയും എല്ലാം കുറ്റപ്പെടുത്തേണ്ടി വരും. അതിപ്പോൾ അങ്ങനെ നിരന്തരം അങ്ങനെ കുറ്റപ്പെടുത്തുന്നതിൽ കാര്യമില്ല. ഈ നമുക്ക് മുന്നിലുള്ള നമ്പേഴ്സ് വെച്ചിട്ട് മാത്രമേ നമുക്ക് വിശകലനം ചെയ്യാനാവൂ. അങ്ങനെ വരുമ്പോൾ ഡൽഹിയിൽ ഇൻവിൻസിബിലിറ്റി നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇനി വരാനുള്ളത് അരവിന്ദ് കെജ്രിവാൾ എന്ന വ്യക്തിയുടെ പാൻ ഇന്ത്യ മോഹമാണ്, ആ പാർട്ടിയുടെ പാൻ ഇന്ത്യ മോഹമാണ്. ഒരു വ്യത്യസ്തത എല്ലാവരും ആഗ്രഹിക്കുന്നു. ശരാശരി ഒരു രാഷ്ട്രീയം, കുറെ അഴിമതി, കുറെ ജാതി, കുറെ മതം, ഇതെല്ലാം ചേർന്നുകൊണ്ടുള്ള ശരാശരി ഇന്ത്യയുടെ ദീർഘകാലമായുള്ള രാഷ്ട്രീയ പ്രക്രിയ മടുത്ത ഒരു വലിയ വിഭാഗം ജനങ്ങളുണ്ട്. അവരുടെ ആഗ്രഹവും ആശയവും ആവിഷ്കാരവുമായിരുന്നു അരവിന്ദ് കെജ്രിവാൾ മുന്നോട്ട് വെച്ച പാർട്ടി. ആ പാർട്ടി പല ആവർത്തി ഇവിടെ നേരത്തെ സൂചിപ്പിച്ച വളരെ വളരെ പ്രസക്തമാണ്. കേജ്രിവാൾ പല പ്രാവശ്യം മലക്കം പറഞ്ഞു, ഞാൻ രാഷ്ട്രീയത്തിലില്ല എന്ന് പറഞ്ഞു, പിന്നെ രാഷ്ട്രീയത്തിൽ വന്നു. അണ്ണാ ഹസാരെ പറഞ്ഞതാണ്, മോനെ കേജ്രിവാളെ വേണ്ട, ഇങ്ങനൊരു നീക്കം ആവശ്യമില്ല. ഒരു അഴിമതി വിരുദ്ധ പോരാട്ടത്തിന് ഒരു ജനകീയ മുഖമുണ്ടാകണം, സിവിൽ സൊസൈറ്റിയുടെ മുഖമാണ് ഉണ്ടാകേണ്ടത്. ഒരു രാഷ്ട്രീയ കക്ഷി രൂപീകരിച്ചാൽ എല്ലാ പാർട്ടികളെയും പോലെ ആ പാർട്ടിയും ദുഷിച്ചു പോകും. ആ വാക്കുകൾ തൃണവൽക്കരിച്ചുകൊണ്ട് അധികാരം കയ്യിലുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്നത് നടപ്പാക്കിയെടുക്കാൻ പറ്റൂ എന്ന കേജ്രിവാളിന്റെ കടുംപിടുത്തമാണ് വിജയകരമായി ഒരു പാർട്ടി ഫ്ലോട്ട് ചെയ്യുകയും കേവലം 6 മാസത്തിനുള്ളിൽ അധികാരത്തിൽ വരികയും ചെയ്യാൻ കഴിഞ്ഞു. ന്യൂനപക്ഷ സർക്കാരാണെങ്കിൽ പോലും കോൺഗ്രസ് പിന്തുണയോടുകൂടി അധികാരത്തിൽ വരാൻ കഴിയുകയും ചെയ്തു. പിന്നീട് പല ആവർത്തി കേജ്രിവാൾ ആ അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി താൻ മുൻപ് പറഞ്ഞതും പ്രവർത്തിച്ചതുമായ കാര്യങ്ങൾ ഭാഗികമായെങ്കിലും തള്ളിപ്പറയുന്ന ഒരു രംഗവും നമ്മളെ വളരെ ഫ്രഷായിട്ട് കാണുകയുണ്ടായി. ഇതെല്ലാം തന്നെ ജനങ്ങളുടെ മനസ്സിലുണ്ട്. അപ്പോഴും ഡൽഹിയിലെ ജനത ആം ആദ്മി പാർട്ടിയെ നെഞ്ചോട് ചേർത്ത് വെച്ചു. കാരണം എന്താണ്? അവരുടെ ജീവിതത്തിൽ പോസിറ്റീവായ ഇമ്പാക്ട് ഉണ്ടാക്കി. അത് വേറെ ഒരു പാർട്ടിക്കും, ഈ കോൺഗ്രസ് ഭരിച്ചതാണ് 3 തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായി ഷീല ദീക്ഷിത് വിജയിച്ചു വന്നതാണ്. അവർക്ക് വികസനം കൊണ്ടുവരാൻ കഴിഞ്ഞു. പക്ഷേ കേജ്രിവാളിന് കൊണ്ടുവരാൻ കഴിഞ്ഞതുപോലെയുള്ള ഒരു വികസന മാതൃക കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് വൺസ് ഇൻ പവർ
വിജയകരമായി തങ്ങളുടെ ആദർശങ്ങൾ നടപ്പാക്കിയെടുത്തു. അതിനുള്ള മാൻഡേറ്റ് ആണ് 2015-ലും 2020-ലും ലഭിച്ച മാൻഡേറ്റ്. പക്ഷേ 25-ലെ സാഹചര്യം വ്യത്യസ്തമായിരുന്നു. അവിടെയാണ് കേജ്രിവാൾ ഗോവയിലേക്ക് കണ്ണെറിഞ്ഞു. അവിടെ പ്രസൻസ് ഉണ്ടാക്കണം, നല്ല പോലെ പണച്ചെലവുണ്ട്. ഗുജറാത്തിലേക്ക് കണ്ണെറിയുന്നു. അവിടെ 4 സീറ്റുകൾ ജയിച്ചു വരാൻ കഴിഞ്ഞു. പക്ഷെ അതിന് വലിയ വില കൊടുക്കേണ്ടി വന്നു. വലിയ തോതിൽ പണത്തിന്റെ ആവശ്യം വന്നു. ആ പണം ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ ലഭിക്കില്ല എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് ഒരുപക്ഷെ വളഞ്ഞ വഴികളിലേക്ക് നീങ്ങിയത്. അത് കേന്ദ്ര ഏജൻസികൾ കയ്യോടെ പിടികൂടുകയും അദ്ദേഹത്തിനെതിരെ ചാർജ് ഷീറ്റ് കൊടുക്കുകയും ചെയ്തത് ആ ഒരു പശ്ചാത്തലത്തിലാണ്. ധൃതി കൂടിപ്പോയി. പാൻ ഇന്ത്യ പാർട്ടിയായി വളരാനുള്ള വ്യഗ്രതയിൽ ചില മൂല്യങ്ങളിൽ വെള്ളം ചേർക്കേണ്ടി വന്നു കേജ്രിവാളിന് എന്നാണ് അന്തിമ വിശകലനത്തിൽ കാണുന്നത്. അപ്പോഴും ഫ്രീബി പോളിറ്റിക്സ് അപ്പോഴും ഉണ്ടായിരുന്നു. അവിടെ ഫ്രീബി പോളിറ്റിക്സ് പോലും ഭാരതീയ ജനതാ പാർട്ടി ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നു. അപ്പം 2100 രൂപ പ്രതിമാസം ഓരോ വനിതയ്ക്കും ദാരിദ്ര്യരേഖ താഴെയുള്ള ഓരോ സ്ത്രീക്കും കൊടുക്കുമെന്ന് പറയുമ്പോൾ 2500 കോൺഗ്രസും BJP ഓഫർ ചെയ്തത്. അപ്പോൾ ഫ്രീബി പോളിറ്റിക്സിൽ പോലും മറ്റ് മുഖ്യധാര കക്ഷികളുമായി പിടിച്ചു നിൽക്കാൻ കേജ്രിവാളിന് കഴിഞ്ഞില്ല എന്നതും പരാജയത്തിന് ആക്കം കൂട്ടി. അതുകൊണ്ടാണ് കേന്ദ്രത്തിൽ ഭരണമുള്ള BJP വരച്ചിട്ട വഴിയിലൂടെ പോകാൻ ഡൽഹിയിലെ ജനത താല്പര്യപ്പെട്ടു എന്നതുകൊണ്ടാണ്. അല്ലാതെ കേജ്രിവാൾ പൂർണ്ണമായി പരാജയപ്പെട്ടു എന്ന അർത്ഥത്തിലല്ല ഈ പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ഇവിടെ മാറ്റിയെടുക്കുന്നത് എന്താണ്? 12 ലക്ഷം വരെയുള്ള വരുമാനം നികുതി വിമുക്തമാക്കുമ്പോൾ മധ്യവർഗത്തിന്, സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് വലിയ സ്വാധീനമുള്ള മേഖലയാണ് ഡൽഹി. ആ ജനം ആ ഓർമ്മകൾ മായുന്നതിന് മുൻപ് ഡൽഹിയിൽ ആപ്പിന് എങ്ങനെയാണ് വോട്ട് ചെയ്യുക യാതൊരു യാഥാർത്ഥ്യമാണ്. അതുക്കും മറുപടിയായി അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അതുപോലും തൃണമൂൽ ഗണിച്ചുകൊണ്ട് കേജ്രിവാളിനോടൊപ്പം മുൻപ് തങ്ങൾക്ക് നിരന്തരമായി നൽകിയ ആനുകൂല്യങ്ങളുടെ നന്ദി സൂചകമായി വോട്ട് ചെയ്യുമെന്ന ആ ഒരു പ്രതീക്ഷ അസ്ഥാനത്തായി. അതുകൊണ്ടാണ് തീർച്ചയായും BJP വന്നു. അയൽ സംസ്ഥാനങ്ങളിൽ ഇനി വലിയ സാധ്യതയില്ല എന്ന ഒരു ചിന്ത ഇപ്പോൾ പഞ്ചാബിൽ ഉൾപ്പെടെയുണ്ട്. അതുകൊണ്ടാണ് ഈ MLA-മാർ ഒരുപക്ഷെ കോൺഗ്രസുമായും ചിലരെങ്കിലും BJP-യുമായും എല്ലാം അനൗപചാരിക ചർച്ച നടത്തുന്നത്. അതുകൊണ്ടാണെന്നാണ് എന്റെ വിശ്വാസം.